ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നട്ട്സുകൾ വെച്ചിട്ടുള്ള നട്ട്സ് റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ചധികം നട്ട്സുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പനങ്കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉരുക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് തന്നെ ബാക്കി നട്ട്സുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് എത്ര ഗ്രാം വെച്ചിട്ടാണെന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മളൊരു 100 ഗ്രാം പനങ്കൽക്കണ്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ അത്രയും നമുക്ക് ഇതിലേക്ക് എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ബാക്കിയൊന്നും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്യാസിലോട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വാൽനട്ടാണ്. വാൽനട്ട് 100 ഗ്രാം തന്നെ എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് സൺഫ്ലവർ സീഡും പംകിൻ സീഡും എടുത്തിട്ടുള്ളത്. രണ്ടും ചെറിയൊരളവിലാണ് എടുത്തിട്ടുള്ളത്. അതും തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടല ചേർത്തിട്ടുണ്ട്. കടലയും തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ചൂടാക്കി വെച്ചിട്ട് ഒന്നിച്ചൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഹെൽത്തി ആയിട്ടുള്ളതും ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പർ റോളാണ്. അപ്പോൾ നമുക്കിതിലേക്ക് മിക്സിയിൽ കുറച്ചായിട്ട് അടിച്ചെടുക്കാം. ഇതിങ്ങനെ വറുത്ത് പൊടിച്ചെടുത്ത് തന്നെ കഴിക്കാൻ നല്ല രസമാണ്. അതാണ് കുട്ടികളൊക്കെ പൊടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പൊടിച്ചെടുത്തുള്ളത് ഒരുമിച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന പനങ്കൽക്കണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഗുണം അറിയാമല്ലോ, പനങ്കൽക്കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. ഇത് നമ്മൾ ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ പ്രോട്ടീൻ പൗഡറായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു പാലിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊന്നും കൂടെ ബെറ്ററായിട്ട് തോന്നി ഇതുപോലെ റോളാക്കി വെക്കണം നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പനങ്കൽക്കണ്ടത്തിൽ ഇതുപോലെ റോളാക്കി വെച്ചിരുന്നു. ഓരോന്നെടുത്ത് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വിറ്റാമിനും പ്രോട്ടീനൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇതിൽ ഏകദേശം 24-25 റോളായിട്ട് കിട്ടിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത് ഒന്ന് കഴിച്ചാൽ 1, 2, 3 കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒരു ബോട്ടിലാക്കി, പീനട്ട് ബട്ടറിൻ്റെ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ അതിലാണ് ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം കുട്ടികൾക്ക് ആവശ്യമില്ലെങ്കിൽ കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.